ശരി. ശ്രീ രജിത് രവീന്ദ്രൻ, ഈ ഡൽഹിയിൽ ആം ആദ്മിയെ തോൽപ്പിക്കുകയും BJPയെ വിജയിപ്പിക്കുകയും ചെയ്തതിൽ കോൺഗ്രസിന്റെ പങ്ക് ഏതെങ്കിലും തരത്തിൽ നിർണായകമായിട്ടുണ്ടോ? പ്രത്യേകിച്ച് 13 മണ്ഡലങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ എടുത്തു പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്താനാവുക? ഒന്ന് പറയട്ടെ, ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച പിന്നീട് നടത്താം. ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസ് BJPയെ സഹായിക്കാനായി ആം ആദ്മിയെ തോൽപ്പിക്കാൻ ഇറങ്ങി എന്ന വാദം തന്നെ തെറ്റല്ലേ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഡൽഹിയിൽ CPM 2 സീറ്റിലും CPI 2 സീറ്റിലും മത്സരിച്ചിരുന്നല്ലോ. അതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഈ പാർട്ടികളൊക്കെ ഈ പറയുന്ന സ്ഥലത്ത് മത്സരിക്കുകയും കോൺഗ്രസിന് സ്വതന്ത്രമായി അവിടെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കോൺഗ്രസ് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സ്വതന്ത്രമായി അവിടെ ഒരു ഇലക്ഷന് നേരിടാൻ പോയത് എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം? ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേർന്നിട്ടല്ലല്ലോ കാലങ്ങളായി UPA മുന്നണിയും അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു വരുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു മുന്നണി രൂപീകരണത്തിന്റെ ഭാഗമായില്ലല്ലോ. സ്വാഭാവികമായി കോൺഗ്രസിന്റെ സംഘപരിവാർ ആശയങ്ങളോട് വിരുദ്ധത പുലർത്തുന്ന എല്ലാ സംഘടനകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചതെങ്കിൽ അവിടെ ആം ആദ്മി പാർട്ടിയെ കൂടെ ചേർത്തുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോയത്. അപ്പോൾ അവിടെ ആ മുന്നണിയുടെ സഖ്യത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ചില മര്യാദകൾ പാലിക്കേണ്ടത് എല്ലാ പാർട്ടികളും അനിവാര്യമാണ് അതിനകത്ത്. അതിപ്പോൾ NDA ആണെങ്കിലും UP ആണെങ്കിലും ഇന്ത്യ മുന്നണി ആണെങ്കിലും ശരി തന്നെയാണ്. അവിടെയെല്ലാം ഒരു സഖ്യത്തിന്റെ മാന്യതയുണ്ട്. ആ മാന്യത വിട്ടുപോയ പലയിടങ്ങളും നമ്മൾ കണ്ടതാണ്. ഒരു ആശയപരമായ എന്തൊരു വിഷയം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, അവിടെ ആം ആദ്മി പാർട്ടി നേരിട്ട് BJPയെ ആക്രമിക്കുന്ന തരത്തിനേക്കാളും കൂടുതൽ മുന്നണി വിഷയങ്ങളിൽ കോൺഗ്രസിനെ ആക്രമിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ നമുക്ക് മറ്റൊരു വശത്തിൽ ചർച്ച ചെയ്യാം. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ആർട്ടിക്കിൾ 370 വന്ന സമയം അരവിന്ദ് കെജ്രിവാളിന്റെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അതുപോലെ ഡൽഹിയിൽ കലാപം ഉണ്ടായ സമയത്ത് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ BJP RSSന്റെ ഒരു നയപരമായ രീതികളായിരുന്നു നോട്ട് നിരോധനത്തിന്റെ ഭാഗവും. പുതിയ നോട്ട് അച്ചടിച്ച് വരുമ്പോൾ അതിനകത്ത് ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കണമെന്നുള്ളത്, നോട്ടിൽ സരസ്വതി ചിത്രം അച്ചടിക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ. ബിജ്ലി പാനി ആന്തോളൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നറിയാം. സാധാരണക്കാരന് യമനിൽ നിന്ന് വെള്ളം എത്തിച്ച് പൈപ്പിലൂടെ എത്തിച്ച് അവിടെ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. അതിന്റെ ആശയപരമായ ചർച്ചകൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും നേരിട്ട് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരം കപടവാദങ്ങളെ ഉന്നയിച്ചുകൊണ്ട് അണ്ണാ ഹസാരെ പോലുള്ള ഒരാളെ മുൻനിർത്തി BJPക്ക് അധികാരം പിടിക്കാൻ വേണ്ടി മുൻപിൽ നിർത്തി വന്നിരിക്കുന്ന ഒരു എന്താണ്, ഞാനത് ആ വാക്ക് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു സംസ്കാര ശൂന്യരായ ഒരു വലിയ ഒരു വിഭാഗത്തിന്, അല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്സ് ഇല്ല, അല്ലെങ്കിൽ അവരെല്ലാം ഉന്നത നിലവാരം പുലർത്തുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് ആളുകളാണ്. അതുകൊണ്ട് ഈ നിൽക്കുന്ന മുഴുവൻ പൊളിറ്റീഷ്യൻസും കറപ്റ്റഡാണ്. ഈ കറപ്റ്റഡായ ആളുകളെ എല്ലാം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മുൻപോട്ട് വലിയ ഒരു അഴിമതിരഹിത രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് അണ്ണാ ഹസാരെ മുന്നിൽ നിർത്തി ലോക്പാൽ ബില്ല് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ്. അത് കോൺഗ്രസിനെ ഏറ്റവും ആ കാലയളവിൽ കോൺഗ്രസിനെ എല്ലാം പൊതുജനങ്ങളുടെ മുൻപിൽ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഒക്കെ അഴിമതി നടത്തുന്നവരാണ്, അല്ലെങ്കിൽ അതിലുള്ള മുന്നണി നേതാക്കളെല്ലാം അഴിമതി നടത്തുന്നവരാണെന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇവിടെ എന്നോടൊപ്പം ഫ്ലോറിൽ ഇരിക്കുന്നവർ പറഞ്ഞ പോലെ തന്നെയാണ്, പല ഘട്ടങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റങ്ങൾ സ്വാഭാവികമായി ഈ മുന്നണിയിലും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഏതൊക്കെ നിലയിൽ താറടിച്ച് കാണിക്കാൻ കഴിയുമോ അതെല്ലാം കാണിച്ചിട്ടുണ്ട്. മറ്റൊരു ചർച്ചയിൽ തന്നെ ഈ മിസ്റ്റർ വിനോദുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ഇലക്ഷന്റെ റിസൾട്ടിന്റെ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPയിൽ നിന്നും പണം വാങ്ങിയാണ് കോൺഗ്രസ് ഇവിടെ പ്രചരണം നടത്തുന്നത് എന്ന് വരെ ആ സ്റ്റേറ്റ്മെന്റ് വരെ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം കോടതി ആ കേസെടുത്താണ്. അന്നും ആ ഫ്ലോറിൽ ഇരുന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് തെളിവ് തന്നിട്ട് ഞാൻ ഫ്ലോറിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നത് അവരാരും തന്നെ മുന്നിൽ നിന്നും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനെ ഒന്നും ചെയ്യുന്നില്ല. അവർ വളരെ സംശുദ്ധ രാഷ്ട്രീയവുമായി മുൻപോട്ട് പോകുന്നവരാണ്. അവരുടെ ഭാഗത്തിന് തുറന്നു കാണിച്ചാൽ കോൺഗ്രസ് അവരുടെ മുന്നണി വിരുദ്ധത കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആം ആദ്മി വരുന്നത്. സംഘപരിവാർ
സംഘപരിവാർ ആശയങ്ങളെ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഏതൊരു ചെറിയ പാർട്ടിയാണെങ്കിലും അതിനൊപ്പം കൂട്ടി തന്നെയാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഇതുവരെ പോയത്. മുൻപോട്ടും അങ്ങനെ തന്നെ പോകും. അതിൽ അഴിമതിയും അതിൽ വെള്ളവും കലർത്തി അതിന് അഡ്വർടൈസ് ചെയ്ത് PR-ൽ കുറേയധികം കാര്യങ്ങൾ ചെയ്തു വച്ചതിന് ശേഷം അതെല്ലാം വികസനത്തിന്റെ ഭാഗമാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. മദ്യവർജനത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ഡൽഹിയിൽ വളരെ സുലഭമായി മദ്യം കിട്ടുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾ ഉൾപ്പെടെ പാട്ഗഞ്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും പോയാൽ കാണാം. പിന്നെ സൈക്കിൾ ചവിട്ടി റിക്ഷയും ചവിട്ടി അവിടെ വളരെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അവിടെ ദൈനംദിന ജീവിതം നടത്തുന്നത്. അവിടേക്ക് എന്ത് മാറ്റമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി സർക്കാരിന് കൊണ്ടുവരാൻ കഴിഞ്ഞതെന്ന് ഡൽഹിയിൽ ഒരു വട്ടം പോയി നമ്മൾക്കൊക്കെ മനസ്സിലാവും. ശരി.